നാട്ടിൻ്റെ ഒരു ഊർജ്ജമാണ് എൻ്റെ കഥയുടെ കരുത്ത് എന്ന് പറയുന്നത്. അത് ഞാൻ ജീവിച്ച നാടുണ്ട്, അയൽ നാടുകളുണ്ട്, അവിടെ നിന്ന് നമ്മൾ പെരങ്ങുക എന്ന് പറയില്ലേ, ആ നാട്ടിൽ പെരങ്ങിയതിൻ്റെ ഒരു പവർ എൻ്റെ കഥയിൽ വന്നിട്ടുണ്ട്. രണ്ട് മൂന്ന് കഥകൾ ഒഴിച്ചു നിർത്തിയാൽ ഇതേവരെ എന്നെ ഇമോഷണലി ഒരു ട്രോമയിലേക്ക് എഴുതുന്ന വേളയിൽ കൊണ്ടുപോയ വേറെ നോവല്, വേറൊരു എൻ്റെ ആഖ്യായിക വേറെ ഇല്ല. രാജീവേട്ടനാണ് ആദ്യം നോവല് വായിച്ചിട്ട് സിനിമയാക്കാൻ വിളിക്കുന്നത്. പക്ഷെ അതിനു മുമ്പേ ഞാൻ രാജേഷിന് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഇതായിരുന്നില്ല പ്ലാൻ ചെയ്തിരുന്നത്. അത് പിന്നെ ഫഹദിനെയും പാർവതിനെയും വെച്ചിട്ട് ഒരു 3 പെൺകുട്ടികൾ കാണാതാവുന്ന ഒരു കഥയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാധനമാണ്. രാജേഷ് പിള്ളയുടെ വൈഫിന് വേണ്ടിയിട്ട് ഒരു സിനിമ ചെയ്യണം എന്ന് പറയുന്നത് ചാക്കോച്ചനാണ്. ചാക്കോച്ചൻ പറഞ്ഞു, ഞാൻ എൻ്റെ പ്രതിഫലം വേണ്ട, നിന്റെ പ്രതിഫലം വൈഫിന് കൊടുത്താൽ മതി, ഞാൻ സൗജന്യമായിട്ട് അഭിനയിക്കാം എന്ന് പറയുന്നു. പിന്നെ ചരിത്രം തേടി പോകുന്നു. അപ്പോൾ IS ചരിത്രം തേടി ഡോക്യുമെന്ററികൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ NIA എന്ന് നമുക്ക് വിളിയുണ്ടാവുന്നു. നിങ്ങളെന്താണ് ഈ IS പോകാനുള്ള പരിപാടിയാണോ? പ്രത്യേകിച്ച് നമ്മൾ വടക്കേ മലബാറിലേക്ക് പോകുന്ന വാർത്തകളൊക്കെ വന്നു തുടങ്ങിയ ഒരു സമയം കൂടിയായിരുന്നു. ഇപ്പം ഷാജിയെ വായിക്കുന്ന സമയത്ത് അതിലൊരു ഭയങ്കര തീക്ഷ്ണമായ ഒരു വൈയക്തിക അനുഭവം പറയുന്ന ഞാൻ അത്രയും റിലേറ്റബിളായി വരുന്നുണ്ട് എഴുത്ത് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഒരു മറ്റൊരാൾ പുറമേ നിന്ന് കേട്ട ഒന്നുപോലല്ല എഴുതുന്നതെല്ലാം. അത് ഓരോ സ്ഥലത്താണെങ്കിലും ഇത് പിന്നെ അതിൽ തന്നെ ഈ പറയുന്ന നമ്മളിപ്പോൾ വടക്കൻ കേരളം എന്ന് പിന്നീട് പറയുന്ന മലബാർ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പറയുകയാണെങ്കിൽ ഈ വടക്ക് വിശാലമായ നമ്മൾ ഈ മംഗലാപുരം ഇതെല്ലാം ചേർന്നുള്ളൊരു ദേശത്തിൻ്റെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട മിത്ത് ഇതൊക്കെ പല അറകളിൽ പല കാലങ്ങളിലായിട്ട് വരുന്നുണ്ടല്ലോ. ഇത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു 25 വയസ്സിന് ശേഷം അവിടെ അല്ലാത്തിരുന്ന ഒരാളാണല്ലോ ഷാജി, അല്ലെ? ഒരു 25-ാം വയസ്സിന് ശേഷമെങ്കിലും അവിടുന്ന് കോഴിക്കോടേക്കും കൊച്ചിയും തിരുവനന്തപുരത്തും കൊല്ലത്തൊക്കെ ആയിട്ടുള്ള ആളാണല്ലോ. എങ്ങനെയാണ് ആ നാട് ഈ മറ്റേ അടരുകളോടെ അല്ലെങ്കിൽ ആഴത്തോടെ കൂടെ വരുന്നത്? അത് ഞാൻ ബേസിക്കലി ഞാൻ ഭയങ്കര നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞത് പൊന്നേറുന്നാണ് ഞങ്ങൾ അതിനെ പറയുക. ഭയങ്കര പൊന്നേറുള്ളൊരു മനുഷ്യനാണ്. അത് എനിക്കെപ്പോഴും ഇതിപ്പോൾ കോഴിക്കോട് ഇപ്പോൾ ഞാൻ മാതൃഭൂമി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 16 വർഷം കഴിഞ്ഞു. അപ്പോൾ നഗരങ്ങളിലാണ് കോഴിക്കോട്, കൊച്ചിയിൽ ഒക്കെ ജോലി ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് എങ്ങനെയെങ്കിലും ഒരു 2 ആഴ്ച കൂടുമ്പോൾ നാട്ടിലെത്തണം. ഒന്നിനും വേണ്ടിയില്ല. അവിടെ മറ്റേ നാട്ടുമ്പുറം നന്മകൾ സമൃദ്ധം എന്ന് പറയുന്ന ആ വരിയിലൊന്നും ഞാൻ ഒരു തരത്തിലും യോജിക്കുന്നില്ല. എല്ലാ നഗരങ്ങളിലുള്ളത് പോലെ തന്നെ ഭയങ്കര ദുഷ്ടന്മാരായ മനുഷ്യന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്, ഓഫ് കോഴ്സ് ആണല്ലോ. അപ്പം അതല്ല, അതിനപ്പുറത്ത് ആ ജനിച്ച നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു റിലീഫ് കിട്ടും. അത് അവിടെ നിന്ന് നമ്മൾ വരുമ്പോൾ വേറൊരു കുറച്ച് ഊർജ്ജവുമായിട്ടാണ് നമ്മൾ കുറച്ചു കാലം കൂടി നഗരത്തിൽ ജീവിക്കാനുള്ളൊരു ഊർജ്ജം എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി ഞാൻ എന്തെങ്കിലും പരിപാടി കാര്യങ്ങൾ വിളിച്ചാൽ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകും. പരിപാടിക്ക് പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹത്തിനപ്പുറത്ത് എനിക്കിങ്ങനെ അങ്ങനെയെങ്കിലും നാട്ടിലെത്താമല്ലോ എന്നുള്ള ഒരു സന്തോഷവും ആ പ്രതീക്ഷയും കൊണ്ട് ആ നാട്ടിലേക്ക് ഞാൻ നിരന്തരമായിട്ട് നാട് വിട്ടിട്ട് ഒരു കളി ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. പല കഥകളിലൊക്കെ വന്നിട്ടുണ്ട്, നഗരം പ്രമേയമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നാട്ടിൻ്റെ ഒരു ഊർജ്ജമാണ് എൻ്റെ കഥയുടെ കരുത്ത് എന്ന് പറയുന്നത്. അത് ഞാൻ ജീവിച്ച നാടുണ്ട്, അയൽ നാടുകളുണ്ട്, അവിടെ നിന്ന് നമ്മൾ പെരങ്ങുക എന്ന് പറയില്ലേ, ആ നാട്ടിൽ പെരങ്ങിയതിൻ്റെ ഒരു പവർ എൻ്റെ കഥയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാവാം ഇപ്പോഴും നമ്മൾ നഗരങ്ങളിൽ ജീവിക്കുമ്പോഴും കഥയിലും അല്ലെങ്കിൽ ഇപ്പോൾ വർണ്ണവശത്തിലായാലും ഈ നാടൊരു പ്രധാന ഘടകമായിട്ട് വരുന്നത്. ഈ പൊതുവെ സാഹിത്യവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട ഡിബേറ്റിൽ പറയാറുണ്ട്, ഇപ്പോൾ ഒരു രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ട്രെൻഡ് സെറ്റർ ആവുന്ന ഒരു ശൈലിയെ, ഒരു നെറേറ്റീവ് രീതിയെ അതിനെ അനുകരിക്കുകയോ അല്ലെങ്കിൽ അതിനോട് ചേർന്നോ നിൽക്കുന്ന ഒരു ആഖ്യാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. അതേസമയം തന്നെ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് ബെന്യാമിൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്. ഭയങ്കര പ്രാദേശികമായിട്ടുള്ള അങ്ങനെ പ്രാദേശികമായിട്ടുള്ള സാധനത്തിനെ ഒരു സാർവദേശീയ തലത്തിൽ, ഒരു രാജ്യാന്തര തലത്തിൽ കിടപിടിക്കാവുന്ന ഒരു എഴുത്ത് രീതിയിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഇപ്പം സിനിമയുടെ കാര്യത്തിലും ഫിക്ഷൻ്റെ കാര്യത്തിലൊക്കെ പറയുന്നതാണ് ഈ ലോക്കൽ ഇൻ്റർനാഷണൽ ആവുക എന്ന് പറയുന്നത്. ഞാൻ ഈ മരണവംശത്തിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ ഈ ഭാഷ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രാദേശിക വാമൊഴി അത് ഏതെങ്കിലും തരത്തിൽ കുറച്ചുകൂടി ജനപ്രിയതയ്ക്ക് വേണ്ടിയിട്ട് അത് മാറ്റി എഴുതണം, അല്ലെങ്കിൽ അതിന് സമാനമായ മറ്റു പദങ്ങൾ കണ്ടെത്തണം എന്നൊക്കെ പറയുന്ന ഞാൻ അങ്ങനെ ഒരു ട്രിക്കോ അറ്റംപ്റ്റ് ഒന്നും നടത്താതെ അതിനെ അതേപടി എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ജൈവികാർത്ഥത്തിൽ തന്നെ പ്രയോഗിക്കുക എന്നുള്ള സംഗതിയാണല്ലോ ചെയ്തത്. ശരിക്കും അങ്ങനെ കൺസീവ് ചെയ്യുക എന്ന് പറയുന്ന സംഗതി അതും ഈ നേരത്തെ പറഞ്ഞ പോലെ അതേപടി സംഭവിക്കണം എന്ന് ആലോചിച്ച് ചെയ്തതാണ്. എന്താണത്? അല്ലാതെ എന്താ പറയുക, ഞാനത് പറയുമ്പോൾ
എനിക്ക് എൻ്റെ ആദ്യ കഥാസമാഹാരം തൊട്ട് പറയേണ്ടി വരും. അതിപ്പോൾ ജനം 23-ാം വയസ്സിൽ ആണ് എൻ്റെ DC ബുക്സ് പുറത്തിറക്കിയത്. അപ്പോൾ അത് വായിച്ചിട്ട് അവർ പലരും ഇവിടെ ഈ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് കഴിഞ്ഞിട്ടുള്ള വായനക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾ, വായനക്കാരും പറഞ്ഞിട്ടുള്ള പലരും, എല്ലാവരും അല്ല, പലരും പറഞ്ഞിട്ടുള്ള ഇങ്ങനെ പ്രാദേശിക വാക്കുകളും പ്രയോഗങ്ങളും കഥയിൽ കൊണ്ടുവരുന്നത് ഷാജി, അത് വായനയെ ഭയങ്കരമായിട്ട് ബാധിക്കും, ഒരു ആൾക്കാർ വായിക്കാൻ മടിക്കും എന്നൊക്കെ. അത് പക്ഷേ ഞാനത് കേട്ടു എന്നല്ലാതെ അതിൽ എൻ്റെ നിലപാടിൽ നിന്ന് ഞാൻ ഒരിക്കൽ പോലും മാറിയിട്ടില്ല. അതെനിക്ക് പറ്റില്ല. കാരണം ഇപ്പോൾ ഞാനൊരു കഥ എഴുതുമ്പോൾ ആ കഥാപരിസരം എന്താണ്, ആ കഥയിലെ കഥാപാത്രങ്ങൾ ഏത് രീതിയിലാണ് സംസാരിക്കേണ്ടത്, അത് ആ കഥാപരിസരവും അതിൻ്റെ കഥാപാത്രങ്ങളുടെ മനസ്സുകളും വെച്ചുകൊണ്ടാണല്ലോ. അപ്പോൾ നമുക്ക് ഒരിക്കലും കാസർഗോഡാണ് അവരുടെ പ്ലേസ് ഓഫ് ലിവിങ്, ആ കഥ നടക്കുന്നത് കാസർഗോഡാണെങ്കിൽ ആ ഭാഷ അല്ലെങ്കിൽ ആ ശൈലി എനിക്ക് ഉപയോഗിച്ചേ പറ്റൂ. ഞാൻ ഉപയോഗിക്കാതിരിക്കില്ല. ഞാൻ അതിലൊരു അല്പം പോലും മറ്റേ കലർപ്പ് ഞാൻ ചേർക്കാറില്ല. അത് ഇപ്പോൾ മരണവംശം എന്ന നോവലിൽ അതിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള എനിക്കറിയുന്ന എല്ലാ വാക്കുകളും ഞാൻ എഴുതുന്ന അതിൽ മറ്റേ സബ് ടൈറ്റിൽ താഴെ ഇത് കൊടുക്കാതെ തന്നെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പല വാക്കുകളും. അപ്പോൾ അത് എനിക്കത് ഇപ്പൊ മറല് എന്ന് പറഞ്ഞ വാക്ക്, മറല് എന്ന് പറഞ്ഞ വാക്ക് എന്ന് പറയുന്നത് ആഴത്തിലുള്ള സ്നേഹം എന്നാണ്. ആഴമേറിയ സ്നേഹം കൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക്, വായനക്കാർക്ക് മനസ്സിലാവും. പക്ഷെ മറലോടുകൂടി ചേർത്ത് പിടിച്ചു പറയുമ്പോൾ അത് എൻ്റെ ഉള്ളിൽ നിന്നാണ്, അത്ര ഇമ്പാക്റ്റ് ആണ്. അത് ചിലപ്പോൾ ഇങ്ങോട്ടുള്ളവർക്ക് കിട്ടണമെന്നില്ല, നമ്മളിപ്പോൾ തെക്കൻ വായനക്കാർക്ക് കിട്ടണമെന്നില്ല. പക്ഷെ എനിക്കത് കട്ട് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഉള്ളിലെ എഴുത്തുകാരൻ അത് കട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. അതായത് നമ്മുടെ ഒരു വൈയക്തികമായ ആനന്ദത്തെ പണയം വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന വായനക്കാരന്റെ ആസ്വാദ്യത പരിഗണിച്ച് ഒരു മാറ്റി എഴുത്തിന് ആഗ്രഹിക്കും. അത് വേണ്ട, അത് വായനക്കാരെ കണ്ടുപിടിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിന്റെ അർത്ഥം അത്, പക്ഷെ അതിന്റെ ഒരു ഫീലിംഗ് അവർക്ക് കിട്ടും, അതിന്റെ ഇമോഷൻ. ഇപ്പോൾ ഞാൻ മരണവംശം ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് ഇത്, കാരണം അത്രമേൽ ലോക്കൽ നറേറ്റീവ് ഉള്ള ഒരു നോവലാണിത്. ഭയങ്കര ഭാഷയുടെ, വടക്കൻ ഭാഷ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്, അതിൻ്റെ പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്, അതിൻ്റെ കഥാപാത്രങ്ങളുടെ പേര്, പിന്നെ മിത്ത്, പിന്നെ അങ്ങനെയെല്ലാം ഭയങ്കര കാസർഗോഡൻ ലോക്കലിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വായനക്കാർ സ്വീകരിക്കുമോ എന്നുള്ളൊരു ആശങ്ക സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ അതേ കാസർഗോഡ്, കണ്ണൂർ ഉള്ള ആൾക്കാർ വായിക്കും, പക്ഷെ സ്വീകരിക്കുമോ എന്നുള്ള പുറത്തുള്ള വായനക്കാർക്ക് അതെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ ആശങ്ക സ്ഥാനത്താണെന്നാണ് ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ, ഒരാഴ്ച കൊണ്ട് ഒരു 9-ാം പതിപ്പ് കഴിഞ്ഞു. ഒരു 3 മാസം കൊണ്ട് എന്നെ പോലുള്ള ഒരു ചെറിയ എഴുത്തുകാരൻ്റെ കൃതി ഇങ്ങനെ വായിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത്, അതിനെന്തോ ഒരു സത്യമുണ്ട് എന്നുള്ളതായിരിക്കും അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വൈകാരികമായ പ്രതികരണം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ പുസ്തകം സമയത്തും സ്വാഭാവികമായ ആസ്വാദനങ്ങൾ വരും, പക്ഷെ ഒരു വൈകാരികമായി സ്വാധീനിക്കപ്പെട്ട തരത്തിൽ ആസ്വാദനം വരുന്നു. അങ്ങനെ ഷാജി സമയത്ത് പലതരത്തിലുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ നേരിട്ടും ഫോണിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലും കിട്ടിയിട്ടുണ്ട്. പക്ഷെ കുറേ കൂടി പേഴ്സണലൈസ് ചെയ്തിട്ട് ആളുകൾ പ്രതികരിക്കുന്നുണ്ടല്ലോ. ഈ ചുറ്റുവട്ടത്തെ ആളുകൾ, ഇപ്പം കാസർഗോഡ് നിന്നുള്ള വിളികൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രതികരണം, ഏത് തരത്തിലാണ് സ്വാധീനിച്ചത്, അതെങ്ങനെയാണ് ഇന്ധനം നിറച്ചത്, എന്താണ്? ഞാനിത് നമ്മളെ നോവൽ വായിച്ചവരുടെ പ്രതികരണത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊരു തള്ളുപോലെയാവും. എനിക്ക് ഞാനങ്ങനെ എൻ്റെ നോവലിനെ കുറിച്ചിട്ട് പറയുന്നത് ശരിയല്ല എന്നെനിക്ക് മറ്റൊരാൾക്ക് കുറച്ചും ബോധ്യമുണ്ട്. പക്ഷേ ഈ നോവൽ വന്ന ശേഷം ദിവസം എനിക്ക് കോള് വരും. അതിപ്പോൾ ഒരു ജൂൺ 8-ാം തീയതിയാണ് പുസ്തകം ഇറങ്ങിയത്. അത് വായിക്കാനുള്ള ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടാവില്ല, ഒരു 3-4 ദിവസം. അതിനുശേഷം എല്ലാ ദിവസവും നേരിട്ട് വിളിക്കും, സോഷ്യൽ മീഡിയ വഴി ആൾക്കാർ മെസ്സേജ് അയക്കുന്നു, പോസ്റ്റ് ഇടുന്നു, റീൽസ് ചെയ്യുന്നു. അത് ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും സാധാരണക്കാരായ വായനക്കാരുണ്ട് അതിൽ, പിന്നെ നന്നായി വായിക്കുന്നവരുണ്ട്, പിന്നെ വേറെ സെലിബ്രിറ്റി ആയിട്ടുള്ള വായനക്കാരുണ്ടാവില്ല, അത് റീൽസിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ പലതരത്തിലുള്ള ആളുകൾ ഈ നോവൽ വായിക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെ? ഒരു നോവലിന് സീരിയസ് ആയിട്ടുള്ള റീഡേഴ്സും ഉണ്ട്, സാധാരണക്കാർ റീഡേഴ്സ് ഉണ്ട്, അതിന്റെ ഇടയിലുള്ള റീഡേഴ്സും ആവുന്നു എന്നുള്ളത് എല്ലാ തരത്തിലുള്ള ആളുകൾക്ക് അത് കണക്ട് ആവുന്നുണ്ട്, അവരെ അത് സങ്കടപ്പെടുത്തുന്നുണ്ട്. അത് ഞാനത് എഴുതുന്ന സമയത്ത് ഇതൊരു ഇമോഷണൽ ജേണി ആയിരിക്കണം എന്ന് എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു. അതിൽ ഉപയോഗിച്ച ഭാഷ മനീഷ് വായിച്ചു, കാരണം കുറച്ച് ഭയങ്കര നേർത്ത ഒരു ലാംഗ്വേജ് ആണ് ഞാൻ ഉപയോഗിച്ചത്. അതൊരു മനസ്സിന്റെ ഒരു ഭാഷയാണ്, അതിന്റെ ഒരു ആഖ്യാന രീതിയായിട്ട് അവലംബിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇമോഷൻ അത് എഴുതുന്ന സമയത്ത് ഞാൻ അനുഭവിച്ചിരുന്നു. ഇപ്പോൾ
ഇപ്പോൾ അതിൽ രാജേന്ദ്രൻ പിന്നെ രണ്ടുപേരെ അയാൾ പോലും അറിയാതെ അയാളുടെ ജീപ്പ് അടിച്ച് മരിക്കപ്പെടുമ്പോൾ എനിക്ക് കണ്ണു നിറഞ്ഞിരുന്നു. കാരണം രാജേന്ദ്രന്റെ ഇമോഷനിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അതേപോലെ പിന്നെ രമണി മറ്റേ മകളുടെ ഒരു സംഭവം ഉണ്ടല്ലോ, വെളിപ്പെടുത്തുന്നില്ല, അത് ഞാനത് എഴുതുമ്പോൾ ഞാൻ കരഞ്ഞു. അതേപോലെ ചന്ദ്രൻ മരിക്കുന്ന സമയത്ത്. അപ്പൊ അത് അങ്ങനെ എനിക്ക് മുമ്പ് ഉണ്ടായില്ല. അത് മുമ്പ് എഴുതിയ ഒരു 12 പുസ്തകങ്ങളിൽ ഒരു കഥയിൽ പോലും ഞാൻ 2 കഥകളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വെയിൽമഴ, മുസ്തഫ എക്സെട്ര എന്ന കഥയിൽ സംഭവിച്ചിട്ടുണ്ട്. 2-3 കഥകൾ ഒഴിച്ചു നിർത്തിയാൽ ഇതേവരെ എന്നെ ഇമോഷണലി ഒരു ട്രോമയിലേക്ക് എഴുതുന്ന വേളയിൽ കൊണ്ടുപോയ വേറെ നോവല്, വേറൊരു എൻ്റെ ആഖ്യായിക വേറെ ഇല്ല. ആ ഇമോഷൻ ഞാൻ അനുഭവിച്ചു കൊണ്ടാവാം, അത്രമേൽ അനുഭവിച്ചു കൊണ്ടാവാം വായനക്കാർക്കും ആ ഇമോഷൻ കണക്ട് ആവാൻ ഞാൻ വിചാരിക്കുന്നു. കുഞ്ഞന്മാറിൻ്റെയും കൊട്ടൻ്റെയും അല്ലെങ്കിൽ ഇവരുടെ എല്ലാം കള്ളൻ കിട്ടൻ്റെ ഒക്കെ ഇവരുടെ ഒക്കെ കഥകളിലോട്ട് പോകുന്ന സമയത്ത് അതിൽ ഒരു കേട്ടറിവുണ്ട്, കെട്ടുകഥയുണ്ടാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞറിവ് ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്കതിൽ ഭയങ്കര എക്സൈറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് ഷാജിയുടെ എഴുത്തിൻ്റെ ഒരു വിഷ്വൽ നെറേറ്റീവാണല്ലോ പോസിറ്റീവ്, നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് രാജേഷ് മാധവൻ്റെ സിനിമയാവുമെന്ന് പറയുമ്പോഴും നമുക്ക് വേണമെങ്കിൽ അൺഫിലിം, അപ്പോൾ ഇത് എങ്ങനെ സിനിമയാക്കും? എനിക്ക് ഈ മറ്റേ കോഴിപ്പോരുമായി ബന്ധപ്പെട്ട വിഷ്വലൊക്കെ കാണുമ്പോൾ ഞാൻ ഇത് എങ്ങനെ സിനിമയിൽ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതെങ്ങനെ സിനിമയിൽ ഈ പറയുന്ന മോഷണവുമായി ബന്ധപ്പെട്ട സാധനം ഇതെങ്ങനെ സിനിമയിൽ വിഷ്വലൈസ് ചെയ്യുന്നുള്ളൊരു ഭയങ്കര ചോദ്യം ഉണ്ടായിരുന്നു. സിനിമയാക്കുക എന്നുള്ള പറയുന്നതിൽ എവിടുന്ന് എങ്ങനെ എടുത്താക്കും എന്നുള്ളതിൻ്റെ ഒരു വംശാവലി, ഈ ഒരു ബൃഹത് ആഖ്യാന സ്വഭാവമൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു വിഷ്വൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ദൃശ്യാത്മകമായിട്ടുള്ളൊരു ആഖ്യാന സ്വഭാവം എന്നുള്ളത് അതുകൂടി എങ്ങനെയാണ് വരുന്നത്? കാരണം വെച്ച് കഴിഞ്ഞാൽ ഷാജി പറയുന്ന നൊസ്റ്റാൾജിയുടെ സംഗതിയുണ്ട്, ഇതിനൊക്കെ അപ്പുറത്തുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഇതൊരു ഒരു ഒരു ദേശത്തിൻ്റെ ചരിത്രത്തിന് അങ്ങനെ ഒരു ടെംപ്ലേറ്റ് ഫോളോ ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ മഹാഭാരതത്തിൻ്റെയൊക്കെ കാര്യം പറയുന്നതിൻ്റെ ഘടനയുടെ കാര്യത്തിലാണ്. പക്ഷേ അങ്ങനെ ഒരു ടെംപ്ലേറ്റ് ഫോളോ ചെയ്യാത്ത എഴുത്താണല്ലോ. അതിലെങ്ങനെയാണ് ഒരു ദൃശ്യാഖ്യാനം സാധ്യമാവുന്നത്? അല്ല, അത് ഞാൻ എൻ്റെ കഥകൾ മനീഷ് അറിയാം. എൻ്റെ കഥകളിലൊക്കെ ഒരു വിഷ്വൽ ഉണ്ടാവും. വിഷ്വൽ എന്ന് വെച്ചാൽ ഞാൻ കഥ എഴുതുന്നതിന് മുമ്പേ എൻ്റെ മനസ്സിൽ ഞാൻ ആ സീക്വൻസ്, ഇപ്പോൾ ഒരു കഥകളിൽ പല സീക്വൻസ് ഉണ്ടാവും, അത് ഞാൻ മനസ്സിൽ കാണും. മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ മറ്റേ കഥകളും മറ്റേ ഓർമ്മ കുറിപ്പായാലും അതെനിക്ക് കിട്ടണം. അവിടെ ഇപ്പോൾ ഒരു മുരുട വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു അടുക്കളയിലാണെങ്കിൽ ആ അടുക്കളയുടെ തിണ്ണയാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ആ തിണ്ണയിൽ എന്തൊക്കെ പ്രോപ്പർട്ടി ഉണ്ട്, പൂച്ച മീൻ, ഉണക്കമീൻ തിന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പുറത്തെ കോഴി എന്താണ്, കോഴി ചെയ്യുന്ന കലാപരിപാടി എന്താണ്, അല്ലെങ്കിൽ ഇപ്പുറത്തെ ഒരു കുഞ്ഞിരുന്ന് കരയുന്നുണ്ടോ. അപ്പം അങ്ങനെ ഒരു സീക്വൻസ് എൻ്റെ മനസ്സിൽ ഞാൻ രൂപപ്പെടുത്തിയ ശേഷം മാത്രമാണ് ഞാൻ എഴുതാറ്. അത് ചെറുപ്പത്തിലെ കഥകൾ എഴുതി തുടങ്ങുന്ന കാലം തൊട്ടേ ഉള്ള ഒരു ശീലമാണ്. അപ്പോൾ അത് ഈ നോവൽ എഴുതുമ്പോഴും അത് പക്ഷേ നമ്മളിപ്പോൾ ശീലിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവം, പെട്ടെന്ന് വരും. ആദ്യമൊക്കെ നമുക്കൊരു വിഷ്വൽ ലാംഗ്വേജ് മനസ്സിൽ വരണമെങ്കിൽ കുറച്ച് ശ്രമം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്ത് ആണല്ലോ ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന, ആദ്യം വണ്ടി ഓടിക്കുമ്പോൾ പ്രയാസമുള്ളത്, പിന്നെ ഓടിച്ചിട്ടാണല്ലോ വണ്ടി പഠിക്കുക. അതേപോലെ നമ്മളിപ്പോൾ ഞാനിങ്ങനെ കുറേ കാലമായിട്ട് പരിപാടി തുടങ്ങിയിട്ട് കുറേ കാലമായതുകൊണ്ട് നമ്മൾ ഒരു സാധനം എഴുതുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് ആ വിഷ്വൽ വരും. ഇപ്പൊ കള്ളൻ കോമന്റെ കാര്യം പറയുമ്പോൾ കള്ളൻ കോമൻ പോകുന്ന വഴി എനിക്കറിയാം. മറ്റേ തങ്കത്തിന്റെയും പൊന്നുവിന്റെയും വീട്ടിലേക്ക് പോകുമ്പോൾ ആ ഏതൊക്കെ വാതിലുകൾ, ഏതൊക്കെ മുറിയാണ്, ആ മുറിയുടെ സൈസ് എത്രയാണ്, അത് വലുതാണോ, അതിന് എത്ര ഡോറുണ്ട്, എവിടെയാണ് അത് അയാൾ ലോക്കിൽ പെടുക എന്നൊക്കെ എൻ്റെ മനസ്സിൽ എഴുതുമ്പോൾ വരും. അത് നമ്മൾ കുറേ കാലമായിട്ട് വിഷ്വൽ നറേറ്റീവ് കഥകളിൽ കൊണ്ടുവരുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് നാടകത്തിൽ സംഭവിച്ചില്ല. അതിപ്പോൾ അത് ശീലത്തിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് ഭയങ്കര ഇപ്പം ഇത് വായിക്കാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളത് കുറച്ച് സ്പോയിലർ ഫ്രീ ആയിട്ട് പറയണല്ലോ എന്ന് പറയാൻ. ഇപ്പൊ ഈ കോഴിപ്പോരുമായി ബന്ധപ്പെട്ട വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ ഒരു മുൻപ് എവിടെയും വായിച്ചിട്ടോ കണ്ടിട്ടോ ഇല്ലാത്ത തരത്തിലുള്ള ഭയങ്കര പുതുമയായ, എന്നാൽ അതിൻ്റെ വിഷ്വൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ളതാണ്. പിന്നെ ഈ പറയുന്ന മോഷണം എന്ന് പറയുന്ന സാധനം അതിലൊരു ഭയങ്കര അടുക്കുണ്ട്. പക്ഷെ അതായത് വായനക്കാരൻ ഓരോ കാഴ്ചയെ പിന്തുടരുന്ന വലിയ അക്ഷരങ്ങളെയല്ല, കാഴ്ച കണ്ടാണ് പോകുന്നത് എന്ന് പറയുന്ന സംഗതിയുണ്ട്. പിന്നെ ഈ പറയുന്ന കൊട്ടനും നായി ആയിട്ടുള്ള സംഗതി ഞാൻ അവിടെയൊക്കെ അല്ലേ, അവിടെയൊക്കെ എനിക്കൊന്നൊരു ആ സ്റ്റോറിയിലൊക്കെ അതിലൊരു അത് നമ്മളല്ലേ ഉപകഥകൾ ഉണ്ടാക്കുന്ന ഒരു ഭയങ്കര ബൃഹത് ദൃശ്യാഖ്യാനം എന്ന് പറയുന്ന സാധ്യതയുണ്ടല്ലോ.
അത് ഭയങ്കര രസമാണ്. എനിക്കൊന്നത് ഒരുപക്ഷെ ഇത് വായിച്ചതിന് ശേഷം സിനിമയാകണമെന്ന് ആഗ്രഹിച്ച് സംസാരിച്ചവർ പോലും കാണില്ല. ഓൾറെഡി നിങ്ങൾ രാജേഷുമായിട്ട് അങ്ങനെ ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരുപാട് പേര് കാണില്ല അല്ലേ? ഇത് ഞാൻ ദൃശ്യം എന്ന് പറയുന്ന ദൃശ്യത്തിന് നമ്മളൊരു ഫിക്ഷനിൽ ദൃശ്യാഖ്യാനം കൊണ്ടുവരുമ്പോൾ ഏറ്റവും ഗുണം എന്താ അറിയും, നമുക്ക് മറക്കില്ല. ഇപ്പൊ അനീഷൻ എന്തുകൊണ്ട് ചിരുകണ്ഠൻ എന്ന് പറയുന്ന കോഴിപ്പോര് എപ്പോഴും ഓർത്തെടുക്കാൻ പറ്റും. അതല്ല ഞാൻ പറഞ്ഞു, അത് നമ്മളുടെ മെമ്മറിയിൽ വിഷ്വല് പെട്ടെന്ന് നമ്മൾ ഉള്ളിൽ കയറും. ഇപ്പൊ നമ്മളെ കുട്ടികളൊക്കെ കാർട്ടൂൺ കാണുന്നുണ്ടാ, അത് അവരുടെ ഉള്ളിൽ പടാന്ന് പറഞ്ഞ് കയറും. പുസ്തകം വായിക്കുന്നതിനേക്കാളും അപ്പൊ ഒരു കഥയിൽ അല്ലെങ്കിൽ ഒരു നോവലിൽ നമ്മൾ വിഷ്വൽ കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്നത്, അത് വായിച്ചു കഴിഞ്ഞാൽ ആ വിഷ്വൽ അയാളുടെ ഉള്ളിലുണ്ടാവും. അപ്പൊ നമ്മൾ വേറെ ആ കഥ, ഇപ്പൊ എനിക്ക് ചിരുകണ്ഠൻ എന്ന കോഴിയുടെ ഒരു ചിരുകണ്ഠൻ ഇങ്ങനെ കോഴിപ്പോര് പോയി, ചിരുകണ്ഠൻ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ അതൊരു ഒരു പാരഗ്രാഫ് ഒതുക്കി വെക്കാം, പക്ഷെ അതിന് എഫക്ട് ഉണ്ടാവില്ല. ഇത് ഞാൻ ഇങ്ങനെ അതിന്റെ ഒരു പ്രൊസീജിയർ, അതിന്റെ പ്രോസസ് ഇങ്ങനെ ഞാൻ എഴുതി വെക്കുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ അത് ആ കോഴി ഇങ്ങനെ നടക്കും, കോഴിയുടെ കോഴി ഇത് അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഉള്ളിലൊരു നമുക്ക് പെയിൻഫുൾ. അതെ, വായനക്കാരന്റെ ഉള്ളിൽ ഭയങ്കര പെയിനോട് കൂടി അത് കണ്ടുകൊണ്ടേയിരിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് വിഷ്വൽ, അത് എഴുത്തുകാർക്ക് ഉള്ളൊരു പരിപാടിയാണ്. നല്ല വിഷ്വലി നമ്മൾ ഇപ്പോൾ അതിലേറ്റവും വിഷ്വലി അതിൻ്റെ ഒരു ആശാനാണ് NS മാധവന്റെ എല്ലാ കഥകളും ഭയങ്കര വിഷ്വൽ. കാണി എന്ന് പറഞ്ഞ കഥ, അല്ലെങ്കിൽ തിരുത്ത്, എല്ലാം നമുക്ക് ആ തിരുത്തിൽ ചൊല്ലിയാറ്റത് ഇടുന്ന ഉള്ളി പോലെ മൂർച്ചയേറിയ പിന്നെ പേന കൊണ്ട് ഡീറ്റെയിലിംഗ് അത് നമുക്കത് കാണും. അത് ആ കാഴ്ച അപ്പൊ അത് വിഷ്വൽ നറേഷൻ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇപ്പൊ ഇത് വായിച്ചിട്ട് സിനിമയിൽ രാജീവ് രവി ആണ് ആദ്യം, രാജീവേട്ടൻ വായിച്ചിട്ട് സിനിമയാക്കാനുള്ള ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. അതായത് രാജീവേട്ടന്റെ ഒരു മൂഡ് ഓഫ് സിനിമകൾ അങ്ങനെയാണല്ലോ, ഒരു ഇമോഷണൽ ജേണി, ഇമോഷണൽ ക്രൈം ജേണിയാണല്ലോ. രാജീവേട്ടനാണ് ആദ്യം നോവൽ വായിച്ചിട്ട് സിനിമയാക്കാൻ വിളിക്കുന്നത്. പക്ഷെ അതിനു മുമ്പേ ഞാൻ രാജേഷിന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നോവൽ എഴുതുന്നത് തൊട്ട് തന്നെ അവൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. അവൻ കുട്ടിക്കാലം തൊട്ടേ അവൻ എനിക്കറിയാം. അവൻ അവിടെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ കൊച്ചിയിൽ വരികയും ഷാജിയേട്ടാ എനിക്കത് വേണം, ഞാൻ പറഞ്ഞു നീ എടുത്തോ, കാരണം അവന്റെ നാടാണ്, അവന്റെ നാട്ടിലാണ് ഈ സംഭവം. പിന്നെ അവന് അപാരമായിട്ടുള്ള ക്രിയേറ്റീവ് സെൻസും വിഷ്വൽ ബോധവും ഒക്കെ ഉണ്ടെന്ന് മറ്റാരെക്കാളും എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല, നീ എടുത്തോ, എനിക്ക് ഞാൻ തന്നിരിക്കുന്നു. പിന്നെ അവന്റെ കൂടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഇത് പെട്ടെന്ന് എഴുതി തീർത്തത്. ഒന്നാമത് ഭയങ്കര മടിയനായിട്ടുള്ള, എനിക്കങ്ങനെ എഴുത്തിൽ അങ്ങനെ വലിയ ക്യൂരിയോസിറ്റി ഇല്ല. നമ്മളിങ്ങനെ ഒരു സൈഡിലൂടെ എഴുതി മുന്നോട്ട് പോകുന്നതായിരുന്നു. അപ്പോൾ അവന്റെയും കൂടെയൊക്കെ ഒരു നിർബന്ധ ബുദ്ധിയിലാണ് ഇത് പെട്ടെന്ന് ഇങ്ങനെ മരണവംശമായി മാറുന്നത്. രാജീവേട്ടനാണ് ആദ്യം സിനിമയാക്കാൻ ആഗ്രഹം ചോദിച്ചത്, പക്ഷെ അതിനു മുമ്പേ ഞാൻ രാജേഷിന് കൊടുത്തു. ഈ വേറൊരു കാര്യമുള്ളത്, ഇപ്പം ഷാജിയോട് സംസാരിക്കുന്ന സമയത്ത് ഉറപ്പായും വേറെ 2-3 ആൾ വിളിച്ചിരുന്നു കേട്ടോ. 2-3 നോവൽ വായിച്ചിട്ട് സിനിമ ആക്കാൻ വേണ്ടി 2-3 ആൾക്കാർ വിളിച്ചിരുന്നു. വിളികൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിങ്ങനെ പല തലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. വേറെ കാര്യങ്ങൾ, ഇപ്പോൾ ഷാജിയോട് സംസാരിക്കുന്ന സമയത്ത് ഷാജിയുടെ എഴുത്തുകളിൽ നിന്നാണ് ഷാജി ഭാഗവാക്കായ സിനിമകൾ ആദ്യം ഉണ്ടാകുന്നത്. അത് കന്യക ടാക്കീസ് ആണെങ്കിൽ അങ്ങനെയാണ്. അതല്ലാതെ ഇപ്പം ടേക്ക് ഓഫ് പുത്തൻപണാണ് അതിന് പുറത്തേക്ക് ചെയ്തത്, ടീച്ചർ അടക്കമുള്ള സിനിമകൾ. ഞാൻ പറയുന്നത് ഇപ്പം സിനിമയുടെ ഇപ്പം പലപ്പോഴും ഇപ്പം PF മാത്യൂസ് ചേട്ടൻ, S ഹരീഷ്, ഇപ്പം വിനോയ്, അങ്ങനെ പലരും സിനിമയായിട്ടും കൊളാബറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ണിയാറുണ്ട്. അപ്പം അവർ എഴുത്തിനൊരു പ്രാഥമിക, ഇപ്പം അവരെല്ലാം പറയുന്നൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇന്ദു അവനടക്കമുള്ളവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും 2 രൂപമാണ്. എഴുത്തിൻ്റെ വഴിക്ക് വിട്ടേക്കുന്നു. അപ്പം ഞാൻ ചോദിക്കുന്ന സാധനം വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, നമ്മൾ പിന്നെ കഥയുടെ നോവലിൻ്റെ ആത്മാംശം നഷ്ടപ്പെടുത്തുന്ന സിനിമയാണ് എന്ന് പറയുന്ന ഒരു വലിയ വെല്ലുവിളി നിറഞ്ഞൊരു ജഡ്ജ്മെൻ്റാണ് എപ്പോഴും ആദ്യം വരിക. കാരണം ഇത് 2 രൂപമായിട്ട് ഇപ്പോഴും, അതിപ്പോൾ ചെമ്മീൻ മുതൽ ഇങ്ങോട്ടാണെങ്കിലും 2 രൂപമാണ് എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റുന്ന സിനാരിയോ ഇല്ല. പിന്നെ എഴുത്തുകാരൻ്റെ ഇതൊരു പിടിവാശി ഉണ്ടാവാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് അദ്ദേഹത്തിൻ്റെ ആദ്യ ആലോചനയും ആദ്യ ഭാവനയിലും വന്നതാണ്. അപ്പോൾ സിനിമാ രൂപം എന്നുള്ള കാര്യത്തിൽ ഇത് എത്രത്തോളം ഫ്ലെക്സിബിൾ ആയിട്ടാണ് കാണുന്നത്? കാരണം ഷാജി 2 സ്ട്രീമിലും വർക്ക് ചെയ്തു. ഷാജി സ്വതന്ത്രമായി തിരക്കഥ ഉണ്ടാക്കുകയും ഷാജിയുടെ തന്നെ കഥകൾ സിനിമയായിട്ടുണ്ട്. അല്ല, ഞാൻ ഈ സിനിമയിലേക്ക് ആഗ്രഹിച്ചിട്ട് എത്തിപ്പെട്ട ഒരാളല്ല. അനീഷിനെ അറിയാമല്ലോ. ഇപ്പോൾ 18+ എന്ന് പറയുന്ന കഥ മാധ്യമ വായിച്ചുകളിൽ പ്രസിദ്ധീകരിച്ചിട്ട് അത് വായിച്ചിട്ടാണ് കന്യക ടാക്കീസിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ 18+ന്റെ ഇത് വെച്ചിട്ട് തന്നെ അതിന് ഉത്തരം ഞാൻ പറയാം. അതായത് 18+ വളരെ സറ്റയർ സ്വഭാവമുള്ള ഒരു കഥയാണ്. അത് ഒരു ക്രിസ്ത്യൻ ഒരു അഡൽസ് ഓൺലി കളിക്കുന്ന തിയേറ്റർ ക്രിസ്ത്യൻ പള്ളിയിൽ അച്ഛൻ അനുഭവിക്കുന്ന സെക്ഷൽ ഫ്രസ്ട്രേഷനാണ് അതിൻ്റെ പ്രമേയം. അപ്പോൾ അത് വായിച്ചവർക്ക് ചിരിയോടുകൂടി ചിരി തോന്നുന്ന ഒരു കഥയാണത്.
പക്ഷേ കന്യക ടാക്സ് മനോജേട്ടൻ കൺസീവ് ചെയ്ത് വേറൊരു രീതിയിലാണ്, കുറച്ചും കൂടി സീരിയസ് ആണ്. അതെ, ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ പാപബോധവും സെമിറ്റിക് മതത്തിന്റെ പാപബോധത്തെയും പുണ്യപാപയുക്തിയൊക്കെ വെച്ചിട്ടാണ് കുറച്ചും കൂടി വേറൊരു ആഴത്തിൽ സമീപിക്കുന്ന സാധനമാണ്. പക്ഷെ എനിക്കത് എൻ്റെ കഥ വായിച്ചിട്ട് കഥ പോലെ ആയില്ലല്ലോ, കഥയും സിനിമയും കണ്ടവർ കഥ പോലെ ആയില്ലല്ലോ ഷാജി ഏട്ടാ, കഥ പോലെ ആയില്ലല്ലോ ഷാജി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നെ അത് ബാധിക്കുന്നില്ല. കാരണം സിനിമ ആത്യന്തികമായിട്ട് സംവിധായകൻ്റെ ആർട്ടാണ്. സംവിധായകനാണ് ഇതിൻ്റെ ഓൾ ഇൻ ഓൾ. പുള്ളിക്കാരൻ കൺസീവ് ചെയ്ത ഒരു വർക്ക് ഓഫ് ആർട്ടാണ് സിനിമ. ഇപ്പോൾ 18+ നിന്ന് പുള്ളി കൺസീവ് ചെയ്തത് ഇങ്ങനെയുള്ളൊരു സിനിമയാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ, ഈ കഥ കൊടുത്തു കഴിഞ്ഞാൽ ഞാനത് വിട്ടു. അത് അങ്ങനെ വിടണമെന്നാണ് എനിക്ക് അങ്ങനെ ഒരു അയ്യോ എൻ്റെ കഥ നശിപ്പിച്ചു എന്നോ അല്ലെങ്കിൽ എൻ്റെ കഥ ഇങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നു ഒരു പരിഭവവും പരാതിയും എനിക്കില്ല. കാരണം അത് അങ്ങനെ ഒരു മൂഡ് ഓഫ് വർക്കിൽ പുള്ളി കൊണ്ടുവന്നു. അതവിടെ സ്വതന്ത്ര രൂപത്തിൽ നിൽക്കണം. അത് അതിന്റെ സ്വീകാര്യത കിട്ടി, ഒരുപാട് ഫെസ്റ്റിവലിൽ പോയി, ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടി. അപ്പൊ രണ്ടായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ എന്റെ മരണവംശം രാജേഷ് സിനിമയാക്കുമ്പോൾ അത് രാജേഷിന്റെ ഒരു വിഷ്വൽ നറേറ്റീവ് ഉണ്ടാവും. അപ്പൊ അത് അവന്റേതായിട്ടുള്ള സ്വതന്ത്രാഖ്യാനം. അതിലെനിക്ക് ഒരിക്കലും ഇത് ഞാൻ അയ്യോ എന്റെ നോവൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നുള്ളൊരു. പക്ഷെ മരണവംശം സിനിമാ രൂപത്തിലെത്തുമ്പോൾ ഷാജിയുടെ തിരക്കഥയിൽ വരുന്ന ഞാനും അവനും കൂടിയാണ് തിരക്കഥകൾ. കാരണം അത് ഇതൊരു വലിയ ആക്കിയാണ്. എനിക്ക് ഏതെടുക്കണ്ട എന്ന് എനിക്ക് ഇപ്പോഴും പിടുത്തം കിട്ടുന്നില്ല. ഞാനും അവനും കൂടിയിട്ടാണ് ഇത് തിരക്കഥ എഴുതാൻ. കാരണം അവന് സംവിധായകൻ എന്ന നിലയിലും അവൻ ആ ടെറൈൻ അറിയുന്ന ആളെന്ന നിലയിലും അവൻ അവൻ്റെതായിട്ടുള്ള ഏതൊക്കെ ഇത് കട്ട് ചെയ്ത് കളയാം എന്നൊക്കെ കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ട് പിന്നെ സിനിമയ്ക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടാണ് അതിന്റെ തിരക്കഥ എഴുതുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് പെഡ്രോ പരാമോ ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ വന്നു. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോവലാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം വായിച്ച വിലാസിനിയുടെ ട്രാൻസ്ലേഷൻ, ഗംഭീര ട്രാൻസ്ലേഷനാണ് അത്. പക്ഷെ ആ നോവല് വായിച്ചിട്ട് എനിക്കത് സിനിമ അത്ര എന്നെ അനുഭവിച്ചില്ല. നോവലിന്റെ ഒരു ഭ്രാന്ത്, അതിന്റെ ഒരു ഏകാന്തത, അതിന്റെ ഒരു ഭീതി, അതൊന്നും എനിക്ക് ഈ നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടില്ല. നെറ്റ്ഫ്ലിക്സിലില്ല, അതിൽ എനിക്ക് പെട്രോ പരമൊന്നും കിട്ടിയില്ല. എന്ന് വെച്ചിട്ട് ആ അതിന്റെ നിരാശയല്ല ഞാൻ പറഞ്ഞ, അത് വേറൊരു മാർക്കേസിന്റെ പിന്നെ കോളർ കാലത്തെ പ്രണയം നമ്മൾ സിനിമയായിട്ടും നോവലായിട്ടും കണ്ടു. അപ്പൊ രണ്ടായിട്ട് കാണാം. മയ്യഴിപ്പോഴും തിരങ്ങും രണ്ടായിട്ട് നമ്മൾ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ നോവൽ വായിക്കാത്ത ഒരാൾ സമയത്തുള്ളത് ഭയങ്കരമായിട്ടുള്ള അനുഭവിക്കും. എനിക്കത് അങ്ങനെ നിരാശ, അതൊരു ആർട്ടല്ലേ, രണ്ടായി കാണണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഈ ഇതിൻ്റെ പിന്നെ ഒന്ന് ടേക്ക് ഓഫ് ആയിരുന്നു. ടേക്ക് ഓഫിൽ കുറച്ചുകൂടി ഒരു ഡോക്യു ഡ്രാമ സ്വഭാവം കൂടി അതിലുണ്ട്. കാരണം വെച്ചാൽ ഷാജി എഴുതിയ ഇതിൽ കുറച്ചുകൂടി വൈയക്തിക അനുഭവം സംഗതിയൊക്കെ ഉണ്ടെങ്കിലും ഫിക്ഷൻ്റെ ഒരു ആധിക്യമുള്ള സംഗതിയാണ് ഷാജിയുടെ രചനകൾ കൂടുതൽ. പക്ഷേ ഇതിൽ കുറച്ചുകൂടി വരുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു സമകാലീന സംഭവങ്ങൾ, യഥാർത്ഥ സംഭവത്തിൻ്റെ ഒരു ആഖ്യാന രൂപം, പിന്നെ അതിലുണ്ടാക്കിയ ഒരു ഇനീഷ്യൽ റിസർച്ച് ഒക്കെ ഉണ്ട്. മഹേഷുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ടേക്ക് ഓഫ് എന്ന് പറയുന്നത്. ടേക്ക് ഓഫ് ആ രീതിയിൽ വലിയ തോതിൽ അംഗീകാരം കിട്ടിയിട്ടുള്ളൊരു കുറച്ചുകൂടി കമേഴ്സ്യൽ അക്സെപ്റ്റൻസ് കിട്ടിയൊരു സംഗതി കൂടിയാണല്ലോ. ടേക്ക് ഓഫ് പോലൊരു സംഗതിയിൽ വരുമ്പോൾ അവിടെ ഒരു റൈറ്റർ ഡയറക്ടർ കൊളാബറേഷൻ കൂടിയാണല്ലോ ചെയ്യുന്നത്. എന്നുവെച്ചാൽ മഹേഷ് അറിയാം, മഹേഷ് ഒരു ടെക്നീഷ്യൻ എന്നുള്ള രീതിയിലുള്ള ഒരാളാണ്. എന്താണ് ടേക്ക് ഓഫിൻ്റെ ഒരു ടേക്ക് ഓഫ്? ഇത് ശരിക്കും ടേക്ക് ഓഫിലേക്ക് വരുന്ന ഒരു സംഭവമാണ്. അതായത് ഇപ്പോൾ കന്യക ടാക്കീസിൻ്റെ എഡിറ്ററായിരുന്നു മഹേഷ്. മഹേഷ് ഏട്ടൻ കന്യക ടാക്കീസിൻ്റെ എഡിറ്ററായി, അങ്ങനെയാണ് ഞങ്ങൾ സുഹൃത്തുക്കളാകുന്നത്. അങ്ങനെയാണ് ഒരു ഘട്ടത്തിലാണ് മഹേഷ് ഏട്ടൻ നമുക്കൊരു പടം ചെയ്യാമെന്ന് വന്നിട്ട് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതായിരുന്നില്ല പ്ലാൻ ചെയ്തിരുന്നത്. അത് പിന്നെ ഫഹദിനെയും പാർവതിനെയും വെച്ചിട്ട് ഒരു 3 പെൺകുട്ടികൾ കാണാതാകുന്ന ഒരു കഥയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാധനമായിരുന്നു. അതങ്ങനെ നമ്മൾ പിന്നെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, കൊച്ചിയിൽ വെച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അന്ന് ഞാൻ കൊല്ലത്ത് ജോലി ചെയ്യാം മാത്രമേ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വരും, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും, ഞാൻ മടങ്ങിപ്പോവും. അങ്ങനെ ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാജേഷ് പിള്ള മരിക്കുന്നത്. അപ്പോൾ രാജേഷ് പിള്ള മരിക്കുന്ന സമയത്ത് രാജേഷ് പിള്ളയുടെ വൈഫിന് വേണ്ടിയിട്ട് ഒരു സിനിമ ചെയ്യണം എന്ന് പറയുന്നത് ചാക്കോച്ചനാണ്. ചാക്കോച്ചൻ പറഞ്ഞു, എൻ്റെ പ്രതിഫലം വേണ്ട, നിൻ്റെ പ്രതിഫലം വൈഫിന് കൊടുത്താൽ മതി, ഞാൻ സൗജന്യമായിട്ട് അഭിനയിക്കാം എന്ന് പറയുന്നു. അപ്പോൾ ആ മറ്റേ പ്രൊജക്റ്റ് മാറ്റി വെക്കണം. അപ്പോൾ ചാക്കോച്ചൻ, അപ്പോൾ പാർവതിയും ഡേറ്റ് കൊടുത്തിട്ടുണ്ട് മഹേഷേട്ടൻ. അപ്പോൾ 2 പേരുണ്ട്, അവരെ വെച്ചിട്ടൊരു പുതിയൊരു കഥ ആലോചിക്കാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ ടേക്ക് ഓഫിൻ്റെ കഥ. ആദ്യം ഒരു നേഴ്സിൻ്റെ കഥയായിരുന്നു. ആ നേഴ്സിൻ്റെ കഥ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത്
ഒരു ഘട്ടത്തിലാണ് നേഴ്സ് നേരെ ഇറാഖിലേക്ക് ഒറ്റ ചാട്ടം. സമീറ ഇറാഖിലേക്ക് ചാടും. അപ്പൊ ഇറാഖിലേക്ക് ചാടുമ്പോഴാണ് അവിടെ സ്വാഭാവികമായിട്ടും ഇറാഖിൽ എന്തുണ്ട്, IS ഉണ്ട്, അവിടെ തീവ്രവാദി ആക്രമണം നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ നാട്ടുകാരികളുടെ അവിടെ ബന്ദികളായിട്ടുള്ളൊരു സംഭവം. അപ്പോൾ അതിലേക്കുള്ള പ്രയാണം നമുക്ക് ഇവിടുന്ന് അവരിൽ നിന്നും പല നേഴ്സുമാരിൽ നിന്നും അവരുടെ അടുത്തുനിന്ന് പോകുന്നു, അവരിൽ നിന്ന് പലതും കളക്ട് ചെയ്യുന്നു. പിന്നെ IS-ന്റെ പിന്നെ ചരിത്രം തേടി പോകുന്നു. അപ്പോൾ IS-ന്റെ ചരിത്രം തേടി ഡോക്യുമെന്ററിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ NIA നിന്ന് നമുക്ക് വിളിയുണ്ടാവുന്നു. നിങ്ങളെന്താണ് ഈ IS-ലേക്ക് പോകാനുള്ള പരിപാടിയാണോ? പ്രത്യേകിച്ച് നമ്മൾ വടക്കേ മലബാറിലേക്ക് പോകുന്ന വാർത്തകളൊക്കെ വന്നു തുടങ്ങിയ ഒരു സമയം കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു റിസർച്ച് വർക്ക് ടേക്ക് ഓഫിന് പുറകിൽ ഭയങ്കരമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറേ ഡോക്യുമെന്ററികൾ കാണുന്നു. പിന്നെ NIA-യിലൊക്കെ പോയിട്ട് നമ്മൾ അതിൻ്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു, ഈ നേഴ്സുമാരെടുത്ത് പോകുന്നു. അങ്ങനെ ഈ സെക്കൻഡ് ഹാഫ് അങ്ങനെ ഒരു ഇങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സീനുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ടേക്ക് ഓഫിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവുന്നത്. ഈ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം മരണവംശമാണെങ്കിലും നേരത്തെ എഴുതിയ ഈ പറയുന്ന 12 രചനകളിലൊക്കെ ഒരു സ്വതന്ത്ര ആഖ്യാനത്തിൻ്റെ, ഷാജിയെ വേറൊരാൾക്കും ഷാജിയുടെ മേലിൽ ഇതിങ്ങനെ ചെയ്യാം, അങ്ങനെ ഒരു ലിറ്റററി എഡിറ്റർ സ്വഭാവത്തിലോ അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ളൊരു ഇൻ്റർവെൻഷൻ അല്ലാതെ പൂർണ്ണമായും സ്വതന്ത്രമാണല്ലോ. സിനിമ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഡയറക്ടറുടെ ആർട്ടാണ്, അവിടെ കൊളാബറേറ്റീവ് എഫേർട്ട് വരാൻ 2 പേര് ചേർന്നിട്ടുണ്ടാവും. പിന്നെ ഈ മാറ്റങ്ങളുണ്ടാവും, പല പുതിയ ഡ്രാഫ്റ്റുകളേക്ക് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ പൂർണ്ണമായിട്ട് നമുക്കിത് ഇങ്ങനെയാണോ എന്ന് ചിന്തിക്കുന്നവരെ പകരം ഇപ്പോൾ ഒരു പ്രേക്ഷകരുടെ തൃപ്തിയെ കൂടി പരിഗണിച്ചിട്ടുള്ള ചേർത്തുവെക്കലും മാറ്റപ്പെടലൊക്കെ ഉണ്ടാവും. എങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, സ്ക്രീൻ റൈറ്റിങ്ങിൻ്റെ പ്രോസസ്സ് ഈ നോവൽ, കഥ, മറ്റ് പിന്നെ രചനകളിൽ നിന്നുള്ള ഒരു പേഴ്സണൽ വ്യത്യാസം എന്താ? അല്ല, അത് എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഏറ്റവും കംഫർട്ട് സോൺ ഫിക്ഷൻ റൈറ്റിംഗ് ആണ്, കഥയും നോവലും എഴുതുന്നത്. കാരണം ആ കഥയും കവിത എഴുതുമ്പോൾ ഞാൻ തന്നെയാണ് അവിടെ എല്ലാം. ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസറും, ഞാൻ തന്നെയാണ് ഡയറക്ടറും, ഞാൻ തന്നെയാണ് സിനിമാറ്റോഗ്രാഫറും, ഞാൻ തന്നെയാണ് മ്യൂസിക് ഡയറക്ടറും. ഞാൻ തീരുമാനിക്കും ഇത് എങ്ങോട്ട് പോകണം, ഈ കഥാപാത്രത്തിൽ എന്ത് പ്രോപ്പർട്ടി വേണം, അത് ഏത് ടെറയിൽ പരിപാടി നടക്കണം, അതിലാർക്കും കൈകടത്തുന്ന ഒരു മനുഷ്യനെ അനുവദിക്കില്ല. അത് പക്ഷെ എൻ്റെ ആദ്യ വായനക്കാരി എൻ്റെ ഭാര്യയാണ്. അപ്പോൾ അവള് പിന്നെ രണ്ടാമത്തെ ഘട്ടം സെക്കൻഡ് അത് എഴുതി കഴിഞ്ഞിട്ട്, അപ്പോൾ അതിൽ എനിക്ക് എന്തും ചെയ്യാം. അതിൻ്റെ സ്വാതന്ത്ര്യം ഭയങ്കര, അതായത് ഫിക്ഷൻ്റെ ഉന്മാദം എന്ന് പറയും നമ്മൾ, ഫിക്ഷൻ റൈറ്റിങ്ങിൻ്റെ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ പറ്റും. കഥ പക്ഷേ, തിരക്കഥ പക്ഷേ ഒരു കൺസ്ട്രക്റ്റഡ് വർക്കാണത്. അത് ഒരു സിനിമയുടെ ഒരു ബ്ലൂ പ്രിൻ്റാണ്. ഇപ്പോൾ നമ്മൾ ഒരു വീട് കെട്ടുമ്പോൾ അതിൻ്റെ ഒരു തറയാണ് സ്ക്രിപ്റ്റ്. അപ്പോൾ ആ തറയായിട്ട് ചിലപ്പം ഇത് ഇത്ര സ്ക്വയർ ഫീറ്റ് വീട് വേണമെന്നാൽ ചിലപ്പോൾ ഇത്ര മുറി വേണമെന്നാൽ അതിങ്ങനെ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഇത് ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി കഴിഞ്ഞാൽ പോലും ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഒരു തിരക്കഥയല്ല, അത് അവസാന ഘട്ടം വരെ തിരക്കഥയിൽ മാറ്റം ഉണ്ടാവും. ഒരു 10, 15, 20 ഡ്രാഫ്റ്റിലായിരിക്കും അത് തിരക്കഥ പൂർണ്ണമാകുന്നത്. അതിൻ്റെ ഇടയിൽ പ്രൊഡ്യൂസർ ഇടപെടും, നടന്മാർ ഇടപെടും, ക്യാമറാമാൻ്റെ അഭിപ്രായം ഉണ്ടാവും. ചില ഭ്രാന്തം ചില ആൾക്കാർ വന്നിട്ട് അവരുടെ അഭിപ്രായം പറയും, അതും ശരിയല്ലേ എന്ന് തോന്നും. ചിലപ്പോൾ നല്ല ക്രിയേറ്റീവായിട്ടുള്ള, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിലൊരു കഥാപാത്രം ഈ ഡയലോഗ് നമുക്ക് ഇത് വന്നാലോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പുറത്ത് വന്നാലോ, നൈറ്റിൽ ഇതെടുത്താലോ, ചിലപ്പോൾ അത് ഭയങ്കര രസമായിരിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള പിന്നെ ഇതുണ്ടാവും, പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ അതൊരു വർക്ക് ഗ്രൂപ്പ് ഓഫ് ആർട്ടാണ്, അത് ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു എഫേർട്ടാണ് സിനിമ. അപ്പൊ തിരക്കഥ അതിന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള എന്താ പറയാ ഒരു പരിമിതി ഉണ്ട്. നമുക്ക് പലരുടെ അഭിപ്രായം കേൾക്കേണ്ടി വരും, പലരിൽ നിന്നും ആനന്ദങ്ങളുടെ പരിമിതി ഉണ്ട്, നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ പരിമിതി നല്ലോണം ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് എഴുതിയ ഒരു സീനായിരിക്കും, അത് നിർദ്ദയം കട്ട് ചെയ്താളി എഡിറ്റിംഗ് ടേബിളിൽ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ ഇതൊന്നും ഇല്ലല്ലോ, അയ്യോ ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് എഴുതിയാണല്ലോ, ഭയങ്കര സന്തോഷത്തോടെ എഴുതിയാണല്ലോ, അല്ലെങ്കിൽ ഭയങ്കര ക്രിയേറ്റീവായിട്ട് എഴുതിയാണല്ലോ, അതൊക്കെ കട്ട് ചെയ്ത് കളയും. അത് ആ സിനിമയുടെ ടോട്ടാലിറ്റിക്ക് അത് വേണ്ട എന്ന് തീരുമാനിക്കപ്പെടുക. അത് നല്ല തീരുമാനമായിരിക്കാം, ചിലപ്പം മോശം തീരുമാനമായിരിക്കാം. അപ്പോൾ അത് കുറച്ചും കൂടെ ടെക്നിക്കലാണ്. അതൊരു വലിയ ബഡ്ജറ്റിൽ വരുന്നതാണല്ലോ സിനിമ. കഥയും കവിതയും എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലിരുന്നിട്ട് എഴുതുന്നതാണ്. എനിക്ക് ചായ കുടിക്കാനും ചോറ് കഴിക്കാനുള്ള പൈസ മതി. പക്ഷെ സിനിമ എന്ന് പറയുന്നത് കോടികളുടെ ഒരു സാധനമാണ്. അപ്പോൾ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വർക്ക് ഓഫ് ആർട്ടിൽ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ടാകും, അതിൻ്റേതായിട്ടുള്ള കീറിമുറിക്കലുണ്ടാവും, കൂട്ടിച്ചേർക്കലുണ്ടാവും. അപ്പോൾ അത് നമുക്ക് സ്വാതന്ത്ര്യം കുറച്ചും കൂടെ കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയ പാഠം ഇതാണ്. തൃശ്ശൂരേക്ക് ആരോഗ്യ സർവകലാശാലയുടെ കലോത്സവത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ ഒരു അറിയാത്ത നമ്പറിന് കോൾ ചെയ്തു. ഞാൻ വിചാരിച്ച കുട്ടികൾ വിളിക്കുന്നതാണ്. അപ്പോൾ ഒരു 8:30 ആയിരുന്നു. നോക്കുമ്പോൾക്ക്
ഞാൻ ഗോവിന്ദൻ മാഷാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ ഒച്ച പ്രസംഗങ്ങളെല്ലാം കേട്ട് ശീലിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് മനസ്സിലായി ഗോവിന്ദൻ മാഷ. അപ്പോൾ എനിക്ക് 2-3 ദിവസം മുമ്പ് ഗോവിന്ദൻ മാഷ് നോവൽ വായിക്കുന്ന ചിത്രം ഇർഷാദർക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിളിച്ച് എന്നോട് ഒരു 15 മിനിറ്റോളം നോവലിനെ കുറിച്ച് സംസാരിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും തിരക്കുകൾക്കിടയിൽ അത് CPM സംസ്ഥാന സെക്രട്ടറിയാണ്, ഇലക്ഷൻ നടക്കുന്നു, മറ്റ് പല വിവാദങ്ങളും ഇങ്ങനെ ചെണ്ട കൊട്ടുന്ന പോലെ, തെയ്യത്തിന് കുറയുന്ന ചെണ്ട കൊട്ടുന്ന പോലെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു സമാധാനം വേണ്ടേ, വായിക്കാനൊരു മിനിമം ഒരു സമാധാനം വേണ്ടേ. അപ്പോൾ ഇത്രയും തിരക്കിനിടയിലും ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ഒരു CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒരു പുസ്തകം വായിക്കാൻ സമയം കണ്ടെത്തുന്നത് വലിയ കാര്യമാണ്. അത് വളരെ മഹത്തായ കാര്യമായിട്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.